സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക്. CPM പമ്പാ തീരത്ത് നടത്തുന്ന അയ്യപ്പ സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുമ്പോൾ ശബരി റെയിൽപാത വീണ്ടും ചർച്ചയാവുകയാണ്. അങ്കമാലി എരുമേലി ശബരി റെയിൽപാതയാണ് വീണ്ടും വാർത്തകളിൽ നിറയുന്നത്. കോടികൾ മുടക്കി അയ്യപ്പ സംഗമം നടത്തുമ്പോൾ തീർത്ഥാടകർക്കുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നില്ലെന്ന ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഇത്രയും പണം മുടക്കി സംഗമം നടത്തുന്നതിന്റെ ആവശ്യകതയെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദ്യം ചെയ്യുന്നത്. തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള രാഷ്ട്രീയ നാടകമായിട്ടാണ് ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നത്. സാമുദായിക വോട്ടിൽ ഉന്നം വെച്ചുള്ള സംഗമവേദിയെ BJPയും കോൺഗ്രസും ഒരുപോലെ എതിർക്കുന്നുണ്ട്. കോടികൾ മുടക്കി അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ഇതുവരെ പിണറായി സർക്കാർ നയാ പൈസ ശബരിമലയിലേക്ക് ചെലവാക്കിയിട്ടില്ല. ബജറ്റ് പ്രഖ്യാപനത്തിലും കാര്യമായ സംഭാവന ശബരിമലയിലേക്കായി പിണറായി സർക്കാർ നീക്കിവെച്ചിട്ടില്ലെന്നതാണ് സത്യം. ഇതെല്ലാം മൂടിവെച്ചാണ് ഗംഭീരമായി അയ്യപ്പ സംഗമം പമ്പാ തീരത്ത് നടക്കുന്നത്. നായർ ഈഴവ സമുദായ നേതാക്കളെയും അംഗങ്ങളെയും സംഗമത്തിന്റെ ഭാഗമാക്കാനാണ് സർക്കാർ നീക്കം. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന അയ്യപ്പ തീർത്ഥാടകർക്കും സ്വദേശികളായ തീർത്ഥാടകർക്കും പ്രയോജനപ്പെടുന്ന ശബരി റെയിൽപാത സർക്കാർ മനസ്സുവെച്ചാൽ നടപ്പാക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ വാദം. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംഗമവേദിയിൽ വെച്ച് തന്നെ ശബരിപാതയുടെ കാര്യത്തിൽ അന്യ സംസ്ഥാന മന്ത്രിമാരോട് സംസാരിച്ച് ധാരണയിലെത്താൻ കഴിയും. 3 ജില്ലകളിലെ തീർത്ഥാടകർക്ക് ഈ പാത ഗുണം ചെയ്യും. എന്നാൽ പിണറായി സർക്കാരിന് ഇക്കാര്യം വലിയ താല്പര്യമില്ലെന്നതാണ് സത്യം. അല്ലെങ്കിൽ സംഗമം നടത്തുന്നതിന് മുമ്പ് തന്നെ ശബരിപാതയിൽ അന്തിമ തീരുമാനം എടുത്തേനെ. ശബരിപാതയുടെ ചെലവിന്റെ കാര്യത്തിലാണ് പ്രതിസന്ധി ഉള്ളത്. ചെലവിന്റെ പകുതി കേരളം വഹിക്കണമെന്ന കാര്യത്തിൽ സർക്കാർ കേന്ദ്രത്തിന് ഇതുവരെ ഉറപ്പ് നൽകിയിട്ടില്ല. പകുതി സംസ്ഥാനം വഹിക്കാതെ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാകില്ലെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ ഉള്ളത്. ഇത്രയും പണം അയ്യപ്പ സംഗമത്തിന് ചെലവഴിക്കാമെങ്കിൽ പാതയ്ക്കായി പണം നീക്കിവെക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. സംഗമവേദിയിൽ സർക്കാർ തീരുമാനം പ്രഖ്യാപിക്കണമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആവശ്യം. ഇടുക്കി ജില്ലയിലെത്തുന്ന ആദ്യ റെയിൽവേ പാത എന്ന പ്രത്യേകതയും ശബരിപാതയ്ക്കുണ്ട്. കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈഡ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.